ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഫെനുഗ്രീക്ക് ക്രീം ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കേട്ടോ. ഉലുവ ക്രീം എന്ന് പറയും. അപ്പോൾ ഇത് വളരെ എഫക്റ്റീവാണ്. എന്തിനെല്ലാന്ന് വെച്ചാൽ നമ്മളെ മുഖക്കുരു വരാണ്ടിരിക്കാനും മുഖക്കുരു വന്ന പാടുകൾ മാറാനും മുഖത്തെ നിറം വർദ്ധിപ്പിക്കാനും എല്ലാം സഹായിക്കും. അതേപോലെ തന്നെ കറുത്ത പാട് കരിവാളിപ്പ് മാറാനെല്ലാം സഹായിക്കുന്ന നല്ലൊരു നൈറ്റ് ക്രീമാണിത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഉണ്ടാക്കിയിട്ട് സൂക്ഷിക്കാൻ വേണ്ടിയിട്ടും പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കാന്നുള്ളത് ഞാൻ വീഡിയോയിലൂടെ കാണിച്ചു തരാം. എല്ലാവരും ഒന്ന് തയ്യാറാക്കി ട്രൈ ചെയ്ത് നോക്കുക. നല്ല എഫക്റ്റീവാണ് കേട്ടോ. ഇതിനാദ്യം നമുക്ക് വേണ്ടത് അലോവേര ജെല്ലാണ്. അതൊരു ടേബിൾ സ്പൂണ് ഫുള്ള് നമ്മൾ എടുക്കണം. അതാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അലോവേര ജെല്ല് വീട്ടിലുള്ള അലോവേര ജെല്ല് യൂസ് ചെയ്യാൻ ചോദിക്കാറുണ്ട്. അപ്പോൾ വീട്ടിലുള്ള അലോവേര ജെല്ല് എടുത്തിട്ട് ഇത്തരം ക്രീമുകൾ ഉണ്ടാക്കുന്നേരം അത് പെട്ടെന്ന് കേട് വന്നു പോകും. നമുക്കിത് കുറച്ച് കാലം സൂക്ഷിക്കണം എന്നുണ്ടെങ്കിൽ പുറത്തുനിന്നുള്ള അലോവേര ജെല്ല് തന്നെ വേണം കേട്ടോ. ഇനി അടുത്തത് വേണ്ടത് വിറ്റാമിൻ ഇ ക്യാപ്സ്യൂളാണ്. അത് 1-2 എടുക്കുക. ഓയിലി സ്കിന്നുള്ളവരാണെങ്കിൽ 1 എടുത്താൽ മതി കേട്ടോ. നല്ല ഡ്രൈ സ്കിന്നുള്ളവരാണെങ്കിൽ അവർക്ക് 2 പിന്നെ ഈ ഒരു വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ എടുക്കുക. അതേ വൈറ്റമിൻ ഇ ഓയിലാണ് നമുക്കതിൻ്റെ വേണ്ടത്. അത് പൊട്ടിച്ചിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി. ഈ ഒരു ടാബ്ലറ്റ് എന്ന് പറയുന്നത് മെഡിക്കൽ ഷോപ്പിലെല്ലാം അവൈലബിൾ ആണ്. ഒരു ഇതിന് 80 രൂപ അത്രയേ ഉള്ളൂ. വളരെ ചീപ്പായിട്ടുള്ള സാധനമാണ്. ഇത് നന്നായി മിക്സ് ചെയ്യുമ്പോൾ തന്നെ നമുക്കിതൊരു ക്രീം പോലെ അതായിട്ട് കിട്ടും. അതായത് അലോവേരയും ഈ ഒരു ഓയിലും മിക്സ് ആകുന്ന നേരം തന്നെ ഇങ്ങനെ ഒരു രൂപത്തിലേക്ക് നമുക്ക് കിട്ടും. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ മെയിൻ സാധനമായ ഉലുവ പൊടിച്ചതാണ്. ഉലുവ പൊടിക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഭയങ്കര ഫൈൻ പൗഡറായിട്ട് തന്നെ നമുക്കത് കിട്ടണം. അതിൽ തെരിതെരിപ്പ് ഉണ്ടാവാൻ പാടില്ല. കാരണം നമ്മളിത് ഡെയിലി മുഖത്തേക്ക് അപ്ലൈ ചെയ്യുന്നതല്ലേ. അപ്പോൾ നമ്മുടെ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഈ ഒരു 3 സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് മിക്സിങ് ശ്രദ്ധിക്കണം. നിങ്ങൾ നന്നായിട്ട് തന്നെ മിക്സായി കിട്ടണം. നന്നായി മിക്സ് ആക്കിയതിന് ശേഷം മാത്രമേ ഇത് നമ്മൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ഒരു സാധനം നന്നായിട്ട് തന്നെ പൊടിഞ്ഞ് കിട്ടുന്നത് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ല എയർ ടൈറ്റുള്ള ഒരു കണ്ടെയ്നറിൽ സൂക്ഷിക്കാം. നിങ്ങളടുത്ത് ഗ്ലാസ് ബോട്ടിൽ ഉണ്ടെങ്കിൽ ഗ്ലാസ് ബോട്ടിലിൽ സൂക്ഷിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം അത് സ്മെല്ലൊന്നും ഡിഫറൻസ് ഇല്ലാണ്ട് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഞാനിത് നല്ല എയർ ടൈറ്റുള്ള ഒരു കണ്ടെയ്നറിലേക്ക് ഇത് മാറ്റി കൊടുക്കുകയാണ്. നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് യൂസ് ചെയ്യാം. അതേപോലെ തന്നെ പുറത്തും വെക്കാം. ഞാൻ പറഞ്ഞല്ലോ, പുറത്തുനിന്ന് വാങ്ങിയ അലോവേര ജെല്ലാണെങ്കിൽ നമുക്ക് പുറത്ത് വെച്ചിട്ട് തന്നെ യൂസ് ചെയ്യാനും വേണ്ടി പറ്റും. ഇത് രാത്രി കിടക്കുന്നതിൻ്റെ മുന്നേ നല്ല കഴുകി വൃത്തിയാക്കിയ മുഖത്തേക്ക് സാധാരണ ഫേസ് ക്രീം തേക്കുന്നത് പോലെ തേച്ചിട്ട് ഒന്ന് അരച്ചാലിനാൽ മാത്രം മതി. അത് സ്കിൻ അബ്സോർബ് ചെയ്ത് പോയിക്കോളും. അത്രേ വേണ്ടൂ. പിന്നെ രാവിലെ മുഖം കഴുകുന്ന സമയത്ത് മാത്രം കഴുകിയാൽ മതി. അപ്പോൾ ഇത് ഇതേപോലെ ബാക്കി നമുക്ക് സൂക്ഷിച്ച് വെച്ച് ഒരു 10 ദിവസമെല്ലാം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ വേണ്ടി മറക്കരുത്. മുഖത്തുള്ള കുരു വന്ന പാടെല്ലാം മാറാൻ വേണ്ടിയിട്ടെല്ലാം ഇത് സഹായിക്കുന്ന ഒരു ഫെനുഗ്രീക്ക് ക്രീം നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാലും നിങ്ങൾക്ക് അതിൻ്റെ ഗുണം മനസ്സിലാവും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യാൻ ഫ്യൂച്ചറിലിടുന്ന വീഡിയോസ് എല്ലാം നോട്ടിഫിക്കേഷൻ കിട്ടും. താങ്ക്